Angamali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന കണക്ടിവിറ്റി റോഡായ മറ്റൂർ കരിയാട് റോഡ് പൂർണ്ണമായും തകർന്നു. അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് റോഡിലെ വലിയ കുഴികളിൽ കുളവാട നട്ട് CPIM വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന കണക്ടിവിറ്റി റോഡായ മറ്റൂർ കരിയാട് റോഡ് പൂർണ്ണമായും തകർന്നു. അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് റോഡിലെ വലിയ കുഴികളിൽ കുളവാഴ നട്ട് CPIM വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചു. ചെത്തിക്കോട് NSS ജംഗ്ഷൻ, നായത്തോട് സൗത്ത് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് നാട്ടുകാരെ അണിനിരത്തി പ്രതിഷേധം നടന്നത്. കിഴക്കൻ മേഖലയിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന പ്രധാന പാതയാണിത്. കുറച്ചുനാൾ മുൻപ് ജനപ്രതിനിധികൾ ഇടപെട്ട് ഈ റോഡ് ടൈൽ വിരിച്ച് മനോഹരമാക്കിയിരുന്നു. എന്നാൽ ജലവിഭവ വകുപ്പ് പൈപ്പ് ലൈൻ ഇടുന്നതിനായി റോഡ് കുത്തിപ്പൊളിച്ചതോടെയാണ് യാത്രക്കാരുടെ ദുരിതം തുടങ്ങിയത്. പൊതുമരാമത്ത് വകുപ്പും ജലവകുപ്പും തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് റോഡ് ഇത്തരത്തിൽ തകർന്നുകിടക്കാൻ കാരണം. കുത്തിപ്പൊളിച്ച ഭാഗം കൃത്യമായി പുനർനിർമ്മിക്കാത്തതിനാൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നിത്യേന കുഴിയിൽ വീണ് വലിയ അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. റോഡ് അടിയന്തിരമായി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് TY ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് കിഴക്കൻ മേഖലകളിൽ നിന്നും എത്തിച്ചേരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് മറ്റൂർ കരിയാട് റോഡ്. ഈ റോഡ് ചെത്തിക്കോട് NSSന്റെ ഭാഗത്തും നായത്തോട് സൗത്ത് ജംഗ്ഷനിലും മറ്റൂർ ജംഗ്ഷനിലും ഉൾപ്പെടെ സഞ്ചാരയോഗ്യമല്ലാതായിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. ഇവിടെ ജലവകുപ്പ് പൈപ്പ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് റോഡ് കുത്തിപ്പൊളിച്ചതിനെ തുടർന്നാണ് റോഡ് ഇത്രയും മോശമായി തീർന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് റോഡ് ഇതുപോലെ വളരെ മോശമായി കിടന്നപ്പോൾ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിന് ഇവിടുത്തെ ജനപ്രതിനിധികളെല്ലാം ചേർന്നുകൊണ്ട് ഓൺലൈൻ വഴി ഇമെയിൽ വഴി ഒരു പരാതി അയക്കുകയും അതേ തുടർന്ന് ഇവിടെ കട്ട വിരിച്ച് റോഡ് വളരെ മനോഹരമാക്കിയതാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജലവകുപ്പ് പൈപ്പ് സ്ഥാപിക്കുക ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത് കുത്തിപ്പൊളിച്ചിട്ടുള്ളത്. ഇത് ആര് ശരിയാക്കും, എങ്ങനെ ശരിയാക്കുന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ധാരണയോ വ്യക്തതയോ ഇല്ലാത്ത വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ജോലി ചെയ്യുന്ന നിരവധി സ്ത്രീകൾ ഉൾപ്പെടെ രാത്രി പകൽ വ്യത്യാസമില്ലാതെ ഇതിലൂടെ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. അവർക്കൊന്നും യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്തൊരവസ്ഥയാണ്. കൊച്ചുമക്കൾ ഉൾപ്പെടെ സൈക്കിളിലും മറ്റും സ്കൂളിൽ പോകുന്ന നിരവധി കുട്ടികളുണ്ട്. നിരവധി വാഹനങ്ങളാണ് ഒരു മിനിറ്റിൽ ഇതിലൂടെ കടന്നു പോകുന്നത്. ബൈപ്പാസ് പോലെ അതല്ലെങ്കിൽ ഹൈവേ പോലെയുള്ള പ്രധാനപ്പെട്ട റോഡുകളിൽ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞതിൽ കൂടുതൽ വാഹനങ്ങളാണ് ഇതിലെ ഓരോ നിമിഷവും കടന്നു പോകുന്നത്. ഈ റോഡിന്റെ പ്രാധാന്യം എന്ത് എന്നുള്ളത് സംബന്ധിച്ച് ഇവിടെ തന്നെ നമുക്ക് കൂടുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു റോഡ് ക്രോസ് ചെയ്ത് നടന്നു പോകാൻ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു മിനിറ്റ് പോലും ഗ്യാപ്പില്ലാതെയാണ് വാഹനങ്ങൾ ഇതിലൂടെ ചീറിപ്പായുന്നത്. തീർച്ചയായും ഈ റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളത് ഈ നാട്ടുകാരുടെ മാത്രം ആവശ്യമല്ല, ഇതിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ പൗരന്റെയും അവകാശം കൂടിയാണ്. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ വിനീത ദിലീപ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ലതിക രാജൻ, CPIM നേതാക്കളായ ജിജോ ഗർവാസിസ്, രാഹുൽ രാമചന്ദ്രൻ, MJ ബേബി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ഈ ഒരു 2-3 മാസം മുമ്പ് ഇതുപോലെ ഇതിലും കൂടുതൽ കുഴിയായിട്ട് ഇവിടെ കിടന്ന സമയത്ത് നമ്മൾ നിരന്തരമായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ക്രോസ് ചെയ്തുകൊണ്ട്, നിങ്ങൾക്കിപ്പോ ഇവിടെ നോക്കിയാൽ കാണാം, ക്രോസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു അവരെ ഫില്ല് ചെയ്തിട്ട് പോയണ്ടായി. എന്നാൽ ആ ചെയ്തത് പോയത് ശരിക്കും നിരപ്പായിട്ട് നേരെയായിട്ടുള്ള രീതിയിലായിരുന്നില്ല. അത് എന്തോ ഒരു മല കൂട്ടി വെക്കുന്നത് പോലെ കുന്നുകൂട്ടി വെച്ചുകൊണ്ടാണ് അവരവിടെ ആ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോയത്. ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളും വാഹനങ്ങളും പോകുന്ന റോഡാണ് എയർപോർട്ട് റോഡ്. എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകൾ ഏറ്റവും സമയം കൈപിടിച്ചുകൊണ്ട് പോകുന്ന ആളുകളാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. അവർക്ക് അവരുടെ യാത്ര വളരെയധികം ദുഷ്കരമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ്
നമ്മൾ ഇന്നിവിടെ പ്രതിഷേധം നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മളിവിടെ പ്രതിഷേധം നടത്തിയിരുന്നു. ഇതുപോലെ ജനപങ്കാളിത്തത്തോടുകൂടി നമ്മൾ ഇന്നിവിടെ പ്രതിഷേധ യോഗം നടത്തുന്നു. ഇനി വരുന്ന ദിവസങ്ങളിലും ഈ പ്രതിഷേധം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇന്ന് നമ്മൾ ഈ റോഡില് കുളവാട് നട്ട് പ്രതിഷേധിക്കുകയാണ്. നമുക്കറിയാം, എയർപോർട്ടിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡായ റോഡ് ഇങ്ങനെ കുളമായി കിടന്നിട്ട് മാസങ്ങളോളമായി. ബന്ധപ്പെട്ട അധികാരികൾക്ക്, ബന്ധപ്പെട്ട കൗൺസിലർമാരെല്ലാം പരാതി നൽകിയിട്ടും അതിനു വേണ്ടിയിട്ട് ഒരു കാര്യം പോലും ചെയ്യാനായിട്ട് ഇതുവരെ തയ്യാറായിട്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെറിയൊരു പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധ സമരം